അപ്പം ഇനിയുള്ള കാലവും പുല്ലങ്കോട് എസ്റ്റേറ്റിൻ്റെ സഹായ സഹകരണം ഉണ്ടാകണം. ഈ അവസരത്തിൽ സാറോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ പ്രീ പ്രൈമറി പുല്ലങ്കോട് എസ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് ഞങ്ങൾ ഇടണമെന്ന് കരുതുന്നുണ്ട്. ചെറിയൊരു ഫണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ ബാക്കി കൂടി ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളാണ് 3 വയസ്സ്. ആദ്യമായിട്ട് തന്നെ എന്നെ ഇങ്ങനൊരു ചടങ്ങിന് നിങ്ങൾ ക്ഷണിച്ചതിനും അതുപോലെ തന്നെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹ ആദരവുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതുപോലെ കൂടുതലും കൊച്ചു കുട്ടികൾ ഇരിക്കുന്ന ഒരു ചടങ്ങിൽ ഞാനൊരു വലിയ പ്രസംഗമൊക്കെ പറഞ്ഞാൽ അതിന് ഔചിത്യം ഉണ്ടാവില്ല. അത് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് അത് ഒരു ബോറിംഗ് ആവത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്പസമയം മാത്രം എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 1-2 വാക്കുകൾ മാത്രം ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആദ്യമായിട്ട് തന്നെ നമ്മുടെ പുല്ലങ്കോട് എസ്റ്റേറ്റിൻ്റെയും അല്ലെങ്കിൽ പുല്ലങ്കോട് കമ്മ്യൂണിറ്റിയുടെയും ഭാഗമായിട്ടിരിക്കുന്ന ഈ സ്കൂളിൻ്റെ ഒരു ഹൈടെക് പ്രവർത്തനം അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള രീതിയിൽ പഠിക്കുവാൻ വേണ്ടി ചെയ്യുന്നതിന് ആസ്പിൻവാൻ കമ്പനിയുടെ പുല്ലങ്കോട് എസ്റ്റേറ്റിൻ്റെ CSR അല്ലെങ്കിൽ കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്ന് ഒരു സംഖ്യ നമുക്ക് കൊടുത്ത് അതിനകത്ത് ഭാഗമാക്കാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി ചാരിതാർത്ഥ്യമുണ്ട്. പണ്ട് തൊട്ടേ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ സ്ഥാപനമാണ്. കൂടുതലും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ സ്കൂൾ ആദ്യകാലത്തിലൊക്കെ നടന്നിരുന്നത് തന്നെ ഒരു സഹായത്തോടെയും അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പുല്ലങ്കോട് എസ്റ്റേറ്റിലൊക്കെ ആയിരുന്നു വ്യത്യാസം. ഞാൻ ഒരു പേര് പ്രത്യേകമായിട്ട് എനിക്ക് അനുവദിക്കുകയും ചെയ്തു. അതിനുള്ള നന്ദി ഇപ്പം തന്നെ അറിയിക്കുകയാണ്. ആഗ്രഹിക്കുന്നു. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. അത് പ്രോവേർബ്സിൽ ഇങ്ങനെ പറയുക, ട്രെയിൻ എ ചൈൽഡ് ഇൻ ദ വേ ഹി ഷുഡ് ഗോ, then he will not depart from it when he grows up. ഇത് മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെ ആയിരിക്കും, ബാലൻ അവൻ നടക്കേണ്ട വഴിയെ അഭ്യസിപ്പിക്കുക, എന്നാൽ അവൻ വലുതാകുമ്പോൾ അതിൽ നിന്ന് വിട്ടുമാറുകയില്ല. നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രായത്തിൽ കൊടുക്കുന്ന ഇൻപുട്ടുകൾ, അവരെ പരിശീലിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മോറൽ വാല്യൂസ് അല്ലെങ്കിൽ അവർക്ക് ജീവിത മാർഗദർശനമായ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു സ്ഥാപനമാണ് നമ്മുടെ പുല്ലങ്കോട് എസ്റ്റേറ്റ്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരുപാട് ആവശ്യത്തിന് പുല്ലങ്കോട് എസ്റ്റേറ്റിലേക്ക് ഞാൻ ചെന്നിട്ടുണ്ട്. കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ പുല്ലങ്കോട് എസ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്ന് വലിയ നല്ല രീതിയിലുള്ള സപ്പോർട്ടും സഹകരണവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനും ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്കൂളിന് കമ്പ്യൂട്ടർ ലാബിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ അതിനും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എസ്റ്റേറ്റിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ രവിസ, ഈ സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ്, മറ്റ് അധ്യാപകർ, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ ഷറഫുദ്ദീൻ, മറ്റ് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കലാലയത്തിൻ്റെ വിദ്യാർത്ഥികളുടെ അക്കാദമികമായിട്ടുള്ള മികവുകൾ ഒരു കമ്പ്യൂട്ടർ ലാബ് നമുക്കിന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഹെഡ്മിസ്ട്രസ്, നൈസ് ടീച്ചർ, മറ്റ് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, അധ്യാപകരെ, പ്രിയ കുഞ്ഞുങ്ങളെ, എടുത്തു പറയാനുള്ളത് സലീം ബാബു, അതേപോലെ ഷറഫുദ്ദീൻ അവരെ പേരെടുത്ത്